ഇതുപോലത്തെ DIY ജീൻസ് കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇതൊന്ന് ചെയ്തു നോക്കണമെന്ന്. ഹലോ ഗൈസ്, വെൽക്കം ടു നൂറൂസ് വ്ലോഗ്. അപ്പം നമുക്കിന്ന് എങ്ങനെ ജീൻസിൽ ബ്ലീച്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ DIY പെയിൻറ്റിങ്ങുകൾ ചെയ്യാമെന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് ആവശ്യം ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളർ ജീൻസ്, പിന്നെ ഒരു വൈറ്റ് പെൻസില്, പിന്നെ ഇതുപോലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ബ്രഷ്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ക്ലോറിൻ അല്ലെങ്കിൽ ബ്ലീച്ച്. പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ ഈ ഇൻസ്പോപ്പിക്ക് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീൻസിൽ ട്രൈ ചെയ്തത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ആ വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് വേണ്ട ഡിസൈൻ നമ്മുടെ ജീൻസിലേക്ക് പകർത്താം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ബ്ലീച്ച് ഒഴിച്ച് വെച്ച് നമുക്ക് പെയിൻറ് ചെയ്ത് തുടങ്ങാം. ബോർഡേഴ്സിൽ മൾട്ടിപ്പിൾ കോട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണിത്. നമ്മൾ പേപ്പറിൽ ഷെയ്ഡ് ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി. നമ്മൾ എത്ര കോട്ട് കൊടുക്കണോ അതിനനുസരിച്ച് ഇത് തെളിഞ്ഞ് വരും. പിന്നെ കൊടുക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ രണ്ട് തുണിക്കിടയിലും ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ മടക്കി വെക്കണം. ഇത് ലീക്കായിട്ട് അടിയിലേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ ആ വിചാരിച്ച കളർ ഗ്രേഡ് കിട്ടണവരെ, ആ ഷെയ്ഡ് കിട്ടണവരെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ കളർ കൊടുത്തുകൊണ്ടിരിക്കുക. ബോർഡേഴ്സിലൊക്കെ നല്ല കട്ടിയിൽ കൊടുക്കുക, കാരണം കട്ടിയിൽ കൊടുക്കണതിനനുസരിച്ച് അത് തെളിഞ്ഞ് വരും. പിന്നെ ഈ ഗ്രേഡ് ചെയ്യണ പോലെ, പേപ്പറിൽ നമ്മൾ ചെയ്യണ പോലെ തന്നെ കൊടുക്കുക. പിന്നെ ഇത് ജീൻസിൽ ചെയ്യണ മെത്തേഡാണ് കേട്ടോ. നമ്മൾ ടീഷർട്ടിലോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ തുണിയിലോ ചെയ്യുമ്പോൾ വേറെ മെത്തേഡുകളുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ വിചാരിച്ച കളർ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പച്ച വെള്ളത്തിൽ ഈ തുണി നല്ലോണം മുക്കിയെടുത്ത് ആ വൈറ്റ് നമ്മൾ കൊടുത്ത ബോർഡറൊക്കെ മാച്ച് കളഞ്ഞ് സെറ്റാക്കുക. ഇനി അത് ഉണക്കി നമുക്ക് ഇടാം. അവസാനം വരെ വീഡിയോ കണ്ടവർക്ക് താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ. To the panic for the show. That's left, right, go. Got a big new body and a whip it like a pro.